പച്ചനെ നിങ്ങളടുത്ത് രണ്ടുപേരുണ്ടും പപ്പയ്ക്ക് ഒരു കാര്യം പറയാം. പപ്പ പല പ്രാവശ്യം പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ അനുസരിക്കുന്നില്ല. എന്താണെന്നറിയോ? അതെന്തുവാന്ന് പറയുന്നതിന് മുമ്പ് പപ്പ ഒരു കഥ പറയാം. എന്നിട്ട് അവസാനം പറയാതെ എന്താന്ന്. 2011 പപ്പയ്ക്ക് ഡ്യൂട്ടി കോങ്കോയിലായിരുന്നു. കോങ്കോ കേട്ടിട്ടുണ്ടോ? കോങ്കോ ഒരു ആഫ്രിക്കൻ രാജ്യമാണ്. എന്നുവെച്ചാൽ യുദ്ധങ്ങളും ഈ ആഭ്യന്തര കലാപങ്ങളൊക്കെ നടന്നു കിടന്ന അവിടെ ഭക്ഷണം എന്ന് പറഞ്ഞ സാധനമില്ല. മനസ്സിലായോ? തോക്കും വെടിയുണ്ടാവും ഇഷ്ടം പോലെ കിട്ടും, പക്ഷെ കഴിക്കാനൊന്നുമില്ല അവിടെ. മനസ്സിലായോ? അപ്പോൾ അവിടുത്തെ ആ മനുഷ്യരുടെ ജീവിതം പപ്പ കണ്ടിട്ടുണ്ട്. അവരുടെ ജീവിതം വെച്ച് നോക്കുന്നത് നമ്മളൊക്കെ കോടീശ്വരന്മാരാണ്. മനസ്സിലായോ? നമ്മളെ വീട്ടിലെ വേസ്റ്റൊക്കെ കൊണ്ട് കളയാൻ അവിടെ ഒരു കുഴിയില്ലേ നമ്മുടെ വീട്ടിൽ? അതുപോലെ ഞാമ്പിൽ നിന്നുള്ള വേസ്റ്റൊക്കെ കൊണ്ട് കളയുന്ന ഒരു കുഴിയുണ്ട്. ആ കുഴി എടുത്ത് നിന്നെ പോലെ അല്ലെ നമ്മുടെ അച്ഛൻ്റെ അത്രയൊക്കെയുള്ള പൊടി കുഞ്ഞുങ്ങൾ അവന്മാർ ആ കുഴി എടുത്ത് നമ്മൾ കൊണ്ട് കളഞ്ഞ വേസ്റ്റ്, ആ വേസ്റ്റിൻ്റെ കുഴിയിൽ തന്നെ മണ്ണോടെ വാരി തിന്നുന്ന പപ്പ കണ്ണ് നിറഞ്ഞ് കണ്ടിട്ടുണ്ട്. പപ്പ ഒരു ദിവസം നോക്കിയപ്പോൾ ആ വേസ്റ്റ് ഇടുന്ന കുഴിയെടുത്ത് ഒരു നമ്മളെ നിൻ്റെ അത്രയുണ്ട് മോൻ്റെ അത്രയുള്ള 5-6 വയസ്സുള്ള ഒരു കുഞ്ഞ് മാത്രം, അവൻ മാത്രം നിന്ന് ആ വേസ്റ്റ് കുഴിയിൽ എങ്ങനെ തിരക്കുന്നു എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല, അവരടുത്തോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. കമ്പി വേലി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവനെ എന്ത് ചെയ്ത് ആ വേലിയുടെ അടുത്തോട്ട് വിളിച്ച് ഇത് പപ്പയ്ക്ക് കഴിക്കാൻ കിട്ടിയില്ല ആ ആപ്പിളൊക്കെ. പപ്പ അതിനകത്തുനിന്ന് ഒരു ആപ്പിൾ ഇട്ട് കൊടുത്തു. അപ്പോഴവത് പിടിച്ച്. അപ്പോൾ അവനെ ആപ്പിൾ കൈ വെച്ചിട്ട് പപ്പ എടുത്ത് ഇങ്ങനെ ചോദിക്കുകയാണ്, ഇത് കഴിക്കാൻ പറ്റുന്ന സാധനമാണെന്ന് തോന്നുന്നു. എന്തോ ആപ്പിൾ അവൻ കണ്ടിട്ടില്ല. നീ ആപ്പിൾ കണ്ടിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ടോ? ഇഷ്ടം പോലെ. ഇപ്പോഴും നമ്മുടെ അവിടെ ഇരിപ്പില്ലേ, ഫ്രിഡ്ജിലവിടെ ആപ്പിൾ വെച്ചിട്ടില്ലേ? അപ്പോൾ പപ്പ എന്തിനാ ഇത്രയും പറഞ്ഞെന്ന് വെച്ചാൽ, നിങ്ങൾ ചോറ് കഴിച്ച് ഡൈനിങ് ടേബിൾ നോക്കിയോ? അവിടെ എത്ര ചോറാണ് ഡൈനിങ് ടേബിളിന് മുകളിൽ കിടക്കുന്നത്, വേസ്റ്റാക്കിയിരിക്കുന്നത്. കഴിക്കുമ്പോൾ എങ്ങനെയാണ് പ്ലേറ്റിന് പുറത്ത് പോകുന്നത്? ചോറ് ഭക്ഷണ സാധനങ്ങൾ വേസ്റ്റ് ചെയ്യുമ്പോൾ ആലോചിക്കണം എപ്പോഴും. ഇതൊന്നും കിട്ടാത്ത ഒരു സമൂഹം അല്ലെങ്കിൽ മനുഷ്യർ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ടെന്ന് മനസ്സിലായോ? അപ്പോൾ ഇത് പറയാൻ വേണ്ടിയ പപ്പ ആ കോങ്കോടെ കഥ പറഞ്ഞു. ഉറങ്ങിയാലോ?